നമസ്കാരം, ഞാൻ ജിഷ്ണു വാസ്തവ. എല്ലാവർക്കും ഇടവന വേദസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വർഷം 2024 അവരുടെ ആ ക്ഷമ അവർക്ക് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ, എല്ലാ കാര്യങ്ങളും ഒരു ക്ഷമ വേണം, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ 2024 അവർക്ക് വളരെ നല്ലതായിരിക്കും. ജോലി ചെയ്യുന്നവർ ആ കൃത്യമായ പ്ലാനോട് കൂടിയും ഏകാഗ്രതയോട് കൂടിയും തന്നെ ആ ഉത്തരവാദിത്വം മനസ്സിലാക്കി ജോലി ചെയ്താൽ നല്ലൊരു അംഗീകാരം ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ അവരുടെ എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ആ ഒരു അഡ്വൈസും ഇവർക്ക് ഇവരുടെ കരിയറിൽ വളരെ നല്ലത് തന്നെയായിരിക്കും. കുടുംബത്തിൽ നല്ല സമാധാനം, സന്തോഷമൊക്കെ ഉണ്ടാവും. ഈ നക്ഷത്രക്കാരുടെ പങ്കാളിയുടെ ഉപദേശം ഒരു പരിധി വരെ ഇവർക്ക് ഗുണം ചെയ്യും. ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പഴയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അത് വീണ്ടും ഡിസ്കസ് ചെയ്ത് കുടുംബത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് വളരെ വലിയൊരു പ്രശ്നങ്ങളും ഇവരുടെ ലൈഫിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ നക്ഷത്രക്കാരുടെ കുട്ടികളുടെ ആരോഗ്യവും ഭാവിയും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ്സിൽ സ്ലോയിലായിരിക്കും ഉയർന്നു വരിക, പക്ഷെ കണ്ടിന്യൂസ് എഫർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉയർന്നു വരും. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം കൂടുതൽ എഫർട്ട് കൊടുത്താൽ അത് നല്ല നിലയിലേക്ക് അവർക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് നല്ല ലാഭത്തിലേക്കും എത്തിക്കാൻ സാധിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ജനപങ്കാളിത്തം അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് ഈ നക്ഷത്രക്കാർക്ക് കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രോമിസ് ആർക്കും കൊടുക്കരുത്. പലതവണ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യത്തിലേക്ക് ഒരു വാക്ക് കൊടുക്കുക, ഒരു പ്രോമിസ് കൊടുക്കുകയോ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് അവർക്ക് തന്നെ ഭാവിയിലേക്ക് വിനയായിട്ട് വരും. സിനിമാ മേഖലയിൽ, മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവർക്ക് മുൻപുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അതിൻ്റെ പഠിത്തത്തിൽ, അതിൻ്റെ വെളിച്ചത്തിൽ വേണം അവർ ഭാവിയിലേക്ക് മുന്നോട്ട് പോകുവാൻ. അല്ലെങ്കിൽ വീണ്ടും ആ പണ്ടുണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ വീണ്ടും പോയി ചാടരുത് എന്ന് തന്നെയാണ് ഓപ്പണായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി, എനിക്കിത് പണ്ട് വന്ന അനുഭവമാണ്, അതുകൊണ്ട് ഇനി ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നല്ല അവസരങ്ങൾ ഇവരെ നോക്കിയിരിക്കുന്നുണ്ട്. കുട്ടികൾ, വിദ്യാർത്ഥികൾ ആ ഡെയിലി പഠിക്കേണ്ടത് ഡെയിലി തന്നെ പഠിച്ചു പോയാൽ അവർക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. രാത്രി യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും ഈ നക്ഷത്രക്കാർ ഒഴിവാക്കുക. ആരോഗ്യ സംബന്ധമായിട്ട് ഉറക്കമില്ലായ്മയുണ്ട്, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള മെൻ്റൽ ഡിപ്രഷൻ, രക്തത്തിലൂടെയുള്ള അണുബാധ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ദുർഗാദേവി പ്രാർത്ഥിക്കുന്നതാണ് ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് നല്ലത്.